नमस्ते सर। नमस्ते नमस्ते सर। संतोष जी। गुड इवनिंग സുരേഷ് ജി. നമസ്കാരം. നമസ്കാരം. സോ നമ്മുടെ PMC മലയാളത്തിന്റെ ദിവ്യ സംഗമം പരിപാടിയുടെ രണ്ടാം ഭാഗമാണ് ഇന്ന് നമ്മൾ നടത്തുന്നത്. എഞ്ചിനീയറിംഗ് ബിരുദധാരിയും ഒരു IT പ്രൊഫഷണലുമായ ശ്രീ സുരേഷ് കൽബുർഗി കർണാടക സ്വദേശിയാണ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ 1996 അദ്ദേഹം ആരംഭിച്ച അദ്ദേഹത്തിന്റെ ആത്മീയ ജീവിതം യോഗ, റേക്കി തുടങ്ങിയ വിവിധ മേഖലകൾ കൂടി പോയി ശക്തി പ്രാപിച്ച് ഇപ്പോൾ ബോഡി, മൈൻഡ്, സോൾ എന്നീ പഠനങ്ങളിലൂടെ ആനാപാനസതി ധ്യാനത്തിന്റെ അടിസ്ഥാന തത്വത്തിൽ കൂടെ PSSM എത്തിച്ചേർന്നിരിക്കുകയാണ്. 2009 മുതൽ വിവിധ സ്ഥാപനങ്ങളിൽ ക്ലാസുകളും മറ്റും നടത്തുന്നു. അദ്ദേഹത്തിന്റെ 7 ദിവസത്തെ സ്റ്റിൽനെസ് റിട്രീറ്റ് ഇൻ കന്നഡ വളരെ ജനപ്രീതി ആർജിച്ച ഒരു പരിപാടിയാണ്. ബന്ധപ്പെടുന്ന എല്ലാവർക്കും ധ്യാനത്തിന്റെ മധു പകർന്ന് വ്യക്തി ജീവിതത്തിലും ആത്മീയ മാർഗത്തിലും അവർക്ക് സന്തോഷവും ശാന്തിയും ആരോഗ്യവും സ്വാഭാവികമായി നേടിക്കൊടുക്കുക എന്നാണ് അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ജീവിത ലക്ഷ്യം. കഴിഞ്ഞ 8-ാം തീയതി തിങ്കളാഴ്ച നടന്ന 1-ാം ഭാഗത്ത് പിരമിഡ് എന്ന ടൂളിനെ പറ്റിയും ആനാപാനസതി എന്ന സിദ്ധാന്തത്തെ പറ്റിയും അദ്ദേഹം നമ്മളെ വിശദമായി പഠിപ്പിച്ചു. ധ്യാനത്തിന് മുമ്പ് നമുക്ക് പാസ്റ്റും ഫ്യൂച്ചറും വളരെ കൂടുതലും, ധ്യാനത്തിന് ശേഷം അവ കുറഞ്ഞും പ്രസന്റ് അതായത് വർത്തമാനകാലം കൂടിയും വരുന്നുവെന്ന് പ്രസന്റേഷനിൽ കൂടി അദ്ദേഹം നമുക്ക് വിശദമാക്കി തന്നു. ഇനി ധ്യാനത്തിന്റെ മറ്റ് മേഖലകളിലേക്ക് കൂടി പ്രവേശിക്കാനായി അദ്ദേഹത്തിന്റെ ക്ലാസ് നമുക്ക് ശ്രദ്ധിക്കാം. വെൽക്കം Senior Master Sri Suresh Kalburgi sir. Welcome. We are ready to hear the divine words from you, sir. Welcome, sir. Thank you, Santosh ji. Thank you for a wonderful introduction, a very elaborate one. Most of the words I could understand also. Maybe I start learning Malayalam. So this is a great opportunity to pick up few words. So I learned Nendri is one word. So thank you. So yes, sir. So friends and masters, welcome you all again. We'll continue the discussion from the last session. So can you all see my screen? Yes, sir. Okay. So friends, we will talk about benefits of meditation, right? So because I want to go a free flow in a very basic and fundamental language. So what happens when we meditate, right? So every individual, right, every human has some sort of a stress, right? Stress is like, it can be stress which can relate to various problems. You cannot notice the stress, but you will see the fruits and results of stress. It can be like a headache, it can be burning, it can be itching, it can be frozen shoulders, it can be diabetes, it can be arthritis, BP, it can be goiter, it can be thyroid, it can be hypertension, anxiety, right? There are thousands and thousands of hundreds and thousands of stress type of results out of stress. So what is stress is something we have to understand, right? Stress is something, what is the definition of stress? What is definition of stress? Definition of, yes sir, yes ma'am. ആർക്കെങ്കിലും പറയണമെങ്കിൽ ആൻസർ ചെയ്യാം, അൺമ്യൂട്ട് ചെയ്താൽ മതി. Yeah, what do you mean by stress? സ്ട്രെസ് എന്താണ്? What anything that you can define, what do you mean by stress? ക്ലിയർ അല്ല. സമ്മർദ്ദം പറയില്ല, സമ്മർദ്ദം, മാനസിക സമ്മർദ്ദം. മാനസിക സമ്മർദ്ദം.
So what else? Anyone can say what is stress? Unwanted thoughts. Unwanted thoughts. Okay. Yeah, without reasoning, just thinking about which is not required. Okay. Okay. So in simple terms, the definition of stress is absence of the present. Absence of the present moment. Okay. It is called simply, it's called absence of the present. That means we are not in the present moment. That is always stress. Right? Maybe you can translate in Malayalam. ഓക്കെ സർ പറയുന്നത് സ്ട്രെസ് പല ടൈപ്പ് ഉണ്ട്. മെന്റൽ സ്ട്രെസ് ഉണ്ടാവും, ഫിസിക്കൽ സ്ട്രെസ് ഉണ്ടാവും. അപ്പോൾ അതിന്റെ പല ടൈപ്പായിട്ട് അത് പുറത്തു വരും. അതായത് ഇപ്പൊ മെന്റൽ ആണെങ്കിൽ ആങ്സൈറ്റി, ഡിപ്രഷൻ അങ്ങനെയൊക്കെ ആവാം. ഫിസിക്കൽ ആണെങ്കിൽ ഇപ്പോൾ BP ആയിട്ട്, ഡയബറ്റീസ് ആയിട്ടും പല ടൈപ്പ്, ഹൺഡ്രഡ്സ് ആൻഡ് തൗസൻഡ്സ് ഓഫ് ടൈപ്സിൽ ഈ ഡിസീസ് ആയിട്ട് ഈ സ്ട്രെസ്സിന്റെ ഇഫക്റ്റ് കാണാൻ പറ്റും. ഇപ്പൊ സ്ട്രെസ് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ദാറ്റ് ഇസ് നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കാത്ത സമയത്താണ് ഈ സ്ട്രെസ് വരാം. നമ്മൾ ഈ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ ഈ മൊമെന്റിലാണെങ്കിൽ നമുക്ക് സ്ട്രെസ് ഉണ്ടാവില്ല. അപ്പൊ സ്ട്രെസ് എന്ന് പറഞ്ഞാൽ അതിന്റെ ആബ്സെൻസ് ആണ്. നമ്മൾ ആ മൊമെന്റിൽ അല്ലാത്ത കാരണമാണ് നമുക്ക് ഈ സ്ട്രെസ് എന്ന് പറയുന്നത്. അതിന്റെ റിസൾട്ട് ആയിട്ട് കുറെ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഡിസീസസ് വരുന്നത്. Yes. So the moment we are not in the present moment, we are already in stress. Right. So that is what, that's why children are the most happiest beings. They are gods. Right. So they are the happiest beings because they are not in the past or they are not in the future. Right. They are always in the moment. Right. If they are playing the ball, then they are the ball themselves. If they are seeing something, they are seeing the movie, they are the movie. Right. There's nothing, no differentiation between the ball and themselves. Because they are in the moment. So they don't have anything like a stress. But if like I spoke to you, everything starts from the mind. Okay, the whole stress can be divided into two types. The first stress will start from the mind itself. Because of all our thoughts, the moment we lose the present tense and move our mind to past or the future, everything starts from there, right? And as I mentioned last time, every thought has a destination in the body. Every thought has a destination in the body. Like you send a post to a home, it will have house number, it will have which floor, it will have like door number, the floor, and then you have the street, you have a road, you have the area, you have the pin code, right? District and state and everything, you have a pin code. So exactly they know where the letter has to go. And it will also have the name, isn't it? So if it is in a home, there are 10 people, but the name will be one. You can say no one will write a letter, anyone in this door number, right? So can they write anyone in the door number this much can take it? No, it will have a specific name, right? So what happens is the moment we have any specific emotion or thought, it will have specific address, right? If you are feeling very angry and you want to shout on someone, that means you are expressing, right? So expression is coming from where? Your throat. So the stress is coming from your anger is your belly. Anger is a fire, no? Anger is a fire. So, and second thing is you are shouting more than required. So that means your throat. Okay, one is your Manipuraka chakra, the other one is your Vishuddha. And you are spitting fire, you are spitting poison. That means Vishuddha, right? So your Vishuddha chakra and your belly, that is your Manipuraka chakra. So then what is the second point that gets affected? Of course, your trust in the brain, right? The brain will have a lot of pressure and then you are holding back, or if you express it, it will be some problem. If you don't express it, it will be like a pressure cooker. You cannot put the whistle on. If pressure cooker wants to blow up, if you press the whistle, don't shout now, then you will blast. The pressure cooker will blast. So what happens is every emotion has a destination in the body.
So first the mental stress will create. Anger is a mental stress, right? You are thinking about 1 minute before something happened. Okay, 1 minute before something happened, but next minute it is all right. But you are not want to adjust with the no. You will go back 1 minute. You will think this person. Let him come from the cabin. He has gone to my boss cabin. Let him come out of the cabin. Then you see what I will do to him. Right. So you go back and waiting for that person, and you will think and link to the previous 1 minute before or 2 minutes before or 10 years before also you will still remember, right? So it will have an address. So what happens is it will create the stress in the mind, then it will create a stress in the body. So what happens when you have belly anger, it will create acidity, acid reflux, gastritis, a peptic ulcer. So this is a hyper anxiety or the higher anger or higher fire. Fire will burn your mucus cells in the stomach, right? And similarly, when you shout more than required, then you will get and talk more than that is required. Like keep on talking non-stop. That is the cause of thyroid, right? Hypothyroid, or whatever. Like you don't express, you will get one sort of thyroid. If you express too much, you will get one sort of thyroid. So you get everything is related to that only, right? So what happens is, friends, when we meditate, the first thing is you relieve yourself from all mental disorders because your mind will become happy, your mind will become calm, okay, your mind will become peaceful, your mind will become friendly, right? Yeah, so then automatically all the address you'll get love letters. I love you, I love you. Stomach will get I love you. Thyroid will get I love you. Brain will get I love you. Okay, legs, hands, feet, everything is I love you because you are already feeling happy. Don't start directly Right. like that. See, if you're used to eat breakfast. Sorry. Okay, yeah, maybe you can just. Okay. I think I would. Hope I have not spoken too much for you too. No, it's okay. സാറ് പറയണത് കുട്ടികളാണ് ഏറ്റവും ഹാപ്പിയസ്റ്റ് ആയിട്ടുള്ള ആൾക്കാർ ഈ വേൾഡില്. കാരണം അവരെപ്പോഴും പ്രസന്റ് മൊമെന്റിലാണ്. പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുന്ന കാരണം അവർക്ക് പാസ്റ്റിനെ പറ്റി ആലോചിക്കില്ല, ഫ്യൂച്ചറിനെ പറ്റി ആലോചിക്കില്ല. അപ്പൊ അവരുടെ അടുത്ത് ഇപ്പൊ ഇന്നലെ സർ മെൻഷൻ ചെയ്ത പോലെ ഇന്നലെ ചോദിച്ചു, ഒരു കുട്ടിയോട് ചോദിക്കാണ് എന്താ ചെയ്യണമെന്ന് ചോദിക്കാണ്. സംസാരിക്കുമ്പോൾ ഞാൻ സംസാരിക്കുകയാണെന്ന് പറയും. ആ മൊമെന്റിൽ സംസാരിക്കാണ്, ടോക്കാണ്. അതുപോലെ ഇപ്പൊ ബോൾ വെച്ച് കളിക്കുകയാണെങ്കിൽ ആ ബോളിൽ മാത്രമേ ശ്രദ്ധ ഉണ്ടാവുള്ളൂ, ആ ഒരു കളിയിൽ മാത്രം. അവര് ആ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുന്ന കാരണം വളരെ ഹാപ്പിയാണ്. അവർക്ക് അതുപോലെ സ്ട്രെസ് ഇല്ല. പിന്നെ ഈ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ അല്ലാത്ത സമയത്താണ് നമുക്ക് ഈ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത്. അപ്പൊ ഈ പ്രസന്റ് മൊമെന്റിൽ ഇല്ലാത്ത സമയത്ത് തോട്ട്സ് വരാൻ തുടങ്ങും. തോട്ട്സ് ആണ് ഇതിന്റെ ബേസിക് റൂട്ട്. അപ്പൊ ഓരോ തോട്ടിന് ഓരോ അഡ്രസ് ഉണ്ട് ബോഡിയിൽ. അതായത് എവിടെങ്കിലും ഇമോഷൻസ്, എവിടെങ്കിലും പെർട്ടിക്കുലർ ഇമോഷൻസ് പെർട്ടിക്കുലർ ഓർഗനെ എഫക്ട് ചെയ്യും. അപ്പൊ സർ പറഞ്ഞ ഒരു എക്സാമ്പിൾ പറഞ്ഞത് ആങ്കറിലാണ്. ആങ്കർ ഫയർ പോലെയാണ്. അപ്പൊ അത് രണ്ട് സ്ഥലത്താണ് എഫക്ട് ചെയ്യാൻ പോണത്. ആ ഒരു ആങ്കർ എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മെന്റൽ സ്ട്രെസ് ആണ്, ഒരു മെന്റൽ ഇഷ്യൂ ആണത്. അപ്പൊ ഫസ്റ്റ് നമ്മൾ ആംഗ്രി ആവുമ്പോൾ നമ്മള് ദേഷ്യം വരുമ്പോൾ ഒച്ചയിട്ട് സംസാരിക്കും. അപ്പൊ ഒച്ചയിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ വിശുദ്ധി ചക്ര എഫക്ട് ആവും. അതുപോലെ തന്നെ ഈ ആങ്കർ വളരെയധികം ദേഷ്യമൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ അത് വയറ്റിലാണ് എഫക്ട് ചെയ്യുന്നത്, മെയിൻ പ്ലേസ്. അപ്പൊ വയറ്റില് അസിഡിറ്റി, പെപ്റ്റിക് അൾസർ അങ്ങനത്തെ ഇഷ്യൂസ് വരും. അപ്പൊ ഈ ഇമോഷൻസ് നമ്മളിപ്പോ നമ്മളെ ഉള്ളിൽ തന്നെ വെച്ച് കഴിഞ്ഞാൽ ഈ ഇമോഷൻസ് ബിൽഡപ്പ് ചെയ്ത്, ഇപ്പൊ ആങ്കർ ആണെങ്കിൽ അത് ബിൽഡപ്പ് ചെയ്തിട്ട് പൊട്ടിത്തെറിക്കും. അത് വലിയൊരു പ്രോബ്ലം ആയിട്ട് മാറും. അപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക വെച്ചാൽ ഈ സ്ട്രെസ് എന്നൊക്കെ നമ്മൾ റിലീഫ് കിട്ടും നമുക്ക്. പിന്നെ നമ്മൾ പ്രസന്റ് മൊമെന്റിലേക്ക് വരാൻ തുടങ്ങും. പ്രസന്റ് മൊമെന്റിലാവുമ്പോൾ തോട്ട്സ് ഇല്ല, സ്ട്രെസ് ഉണ്ടാവില്ല, നമ്മൾ പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റും. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ പ്രസന്റ് മൊമെന്റിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ബോഡിയിൽ എല്ലാ ഓർഗൻസും നമുക്ക് നല്ല ഒരു പോസിറ്റീവ് നോട്ട്സ് കിട്ടുക. ബോഡിയിൽ ഒരു വ്യത്യാസം വരും, പോസിറ്റീവായിട്ട് ഒരു ലവ് ലെറ്റേഴ്സ് കിട്ടുന്ന പോലെ നമ്മുടെ ബോഡിന്ന് പോസിറ്റീവ് റെസ്പോൺസ് കിട്ടും. ഇതാണ് സർ പറഞ്ഞത്. ഓക്കെ സർ. Yes. Yeah. So that is the beauty of meditation, right? So you just give time for one, you get 100 things free. Right? Give time for yourself, everything is free afterwards, right? So that your time is your time, right?
So next, the biggest benefit, if I go deeper, there are 5 health that we get, right? The World Health Organization says just the absence of disease does not mean you are healthy, right? It says to be a healthy human being, you have to have 5-fold health. Okay, one is what? Spiritual health, mental health, physical health, then your social health, your financial health, right? So there are 5 type of health. So only when you are healthy in all the aspects, then we are a balanced human being, right? Then if at all we have to be a gift to the society, or like, if you have to do something to the society, the best gift you can give is being healthy in all the 5 aspects. Because if you are healthy in all the 5, you are the boon to the society, you are the gift to the society. Otherwise, you are a burden to the society. Like you are looking very beautiful, right? But you are not treating others properly. You are treating others properly, but you are physically not fit. Someone has to help you. You are having no energy to get up also. But you are physically, mentally okay, but you don't have any knowledge. You don't know how to behave, what to do, what not to do, right? And if you have all of this, but still you are socially not engaged, not connecting to people, or not able to take care of your food and your needs, then also it's a burden, right? So in meditation, we get the 5-fold health. Okay, so I'll tell you how this will get 5-fold health. Okay, how can meditation give me all this? Yeah. സർ പറയുന്നത് 5 ടൈപ്സ് ഓഫ് ഹെൽത്ത് വേണം. അതായത് WHO പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു, ദാറ്റ് ഡിസീസ് ഇല്ലെങ്കിൽ അതുകൊണ്ട് ഡിസീസ് ഇല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നിങ്ങൾ ഹെൽത്തി ആണെന്നല്ല. ഹെൽത്തി ആണെങ്കിൽ 5 ടൈപ്സ് ഓഫ് ഹെൽത്ത് വേണം. അതായത് ഫിസിക്കലി ശാരീരികമായിട്ടുള്ള ഹെൽത്ത്, മെന്റൽ ഹെൽത്ത് വേണം, സോഷ്യൽ ഹെൽത്ത്, സ്പിരിച്വൽ ഹെൽത്ത്, ഫിനാൻഷ്യൽ ഹെൽത്ത്. ഇപ്പൊ ഫിസിക്കൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് ഡിസീസ് ഫിസിക്കലി പാടില്ല. മെന്റലി എന്ന് പറഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കണം, പീസ്ഫുൾ ആയിരിക്കണം. സോഷ്യൽ എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ആൾക്കാരോട് വേണം, ബിഹേവ് ചെയ്യാൻ അറിയണം. സ്പിരിച്വൽ നോളജ്, സ്പിരിച്വൽ ഹെൽത്ത് ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത്, അതായത് പൈസയായിട്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ ഉണ്ടെങ്കിലാണ് നമ്മൾ ഒരു കംപ്ലീറ്റ് ഹെൽത്ത് ഉണ്ടാകുന്നത്. അങ്ങനെ നമുക്ക് എല്ലാത്തിലും ബാലൻസ് ഉണ്ടെങ്കിൽ, എല്ലാം കൂടെ നമ്മുടെ ബാലൻസ്ഡ് ആണെങ്കിൽ, ഈ 5 ഫോംസ് ഓഫ് ഹെൽത്ത് പിന്നെ നമ്മളൊരു ഗിഫ്റ്റ് ആണ് സൊസൈറ്റിക്ക്. നമുക്ക് ഈ ഇതിൽ ബാലൻസ് ഇല്ലെങ്കിൽ നമ്മൾ ഒരു കേഴ്സ് പോലെയാണ്. അപ്പൊ നമ്മള് ഇതെല്ലാം 5ഉം ബാലൻസ് ചെയ്ത് വെച്ചാലാണ് നമുക്ക് ഒരു കംപ്ലീറ്റ് ഹെൽത്ത് കിട്ടുക, നല്ലൊരു ഗിഫ്റ്റ് ആവാം സൊസൈറ്റി. ഓക്കെ സർ. Yeah. So what happens, friends, when we start doing meditation? Okay, the first health we get is called a spiritual health. Okay, so spiritual health. So what is spiritual health? Okay, first thing first, we will know that okay, I close my eyes, thoughts are coming, thoughts are going. Then I am feeling light, I am feeling heavy, or there is some energy flow happening, or I am witnessing something, okay, or I am seeing something from some inside eyes. So the first time you have become an observer. Okay, the very first time you have become observer. That means to say you are seeing, you are not the mind, you are not this body. You are someone else who is seeing everything, is watching everything. Okay, that is the first lesson of spirituality, that I am an observer. Okay, that is the first health. And second thing, what happens is, this is the so-called Atman, right? This is called a soul, right? And when the mind is not there, when the emptiness is there, then this is called as soul. Both will connect together. It will become short circuit. It will become short. Like if you have a fan and you have a electric source and regulator is the mind. If you make it number 1, the fan will be slow. If you make it number 5, the fan will be fast, right? But there is no shortage of electric current, isn't it? So current is there available always. That is Paramatma.
Electric current is like a Paramatma, right? Regulator is like your mind. So if you make it zero, electric current is there, but fan becomes dead. So what happens is when in meditation, you will remove the mind and directly connect to the source. So if you remove the regulator, you connect the fan to the source, then it will become very fast. Highest speed, highest capability, highest, because you are nothing but Paramatma only. Right? So what happens is in meditation, we connect to the highest source. And then you will feel that experience, and you will feel that spiritual, the energy flow, the lightness, weightlessness, or whatever you feel, the traveling, everything will come to you just by closing your eyes and meditating. So there is a spiritual knowledge. That means you realize you are observer. You realize that some energy is flowing. You realize that I'm happy for no reason, right? So I'm blissful. So this is the first help. ഓക്കെ സർ പറയുന്നത് ഫസ്റ്റ് സ്പിരിച്വൽ ഹെൽത്ത് ആണ്. സ്പിരിച്വൽ ഹെൽത്തിന് ഫസ്റ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ കണ്ണ് ക്ലോസ് ചെയ്തു. കണ്ണ് ക്ലോസ് ചെയ്തിട്ട് ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കാണും, അല്ലെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസസ് ഉണ്ടാവും. അതായത് ചിലപ്പോൾ ബോഡി ഹെവി ആണ്, അല്ലെങ്കിൽ ബോഡി ലൈറ്റ് ആവും, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മൾ കാണും, ചിലപ്പോൾ തേർഡ് ഐ വിഷൻ ആയിരിക്കും. അതൊക്കെ ഓരോ എക്സ്പീരിയൻസസ് അങ്ങനെ വരും. അപ്പൊ നമ്മൾ ഫസ്റ്റ് ടൈം ആണ് നമ്മൾ ഈ മെഡിറ്റേഷനിൽ കയറുമ്പോൾ ഒരു ഒബ്സർവർ ആണ്. നമ്മൾ തന്നെ ഒരു വ്യൂ ചെയ്യാൻ തുടങ്ങുകയാണ്, ഒബ്സർവ് ചെയ്യാൻ തുടങ്ങുകയാണ് നമ്മുടെ ഒരു ഇമോഷൻസ്, നമ്മൾ കാണുന്ന സാധനങ്ങളെല്ലാം. ആൻഡ് ഇപ്പൊ നമ്മുടെ സോൾ, നമ്മുടെ മൈൻഡ് ഉണ്ട്. ഈ മൈൻഡും ഡയറക്ട്ലി പരമാത്മാവിന്റെ കൂടെ കണക്ട് ആവുകയാണെങ്കിൽ ഷോർട്ട് സർക്യൂട്ട് പോലെയാവും. അപ്പൊ നമ്മൾ ഈ മൈൻഡിനെ ഓഫ് ആക്കാണ് ഈ മെഡിറ്റേഷന്റെ സമയത്ത്. ഇപ്പൊ ഡയറക്റ്റ് ആയിട്ട് പരമാത്മാവിന്റെ അടുത്തുനിന്ന് ഈ സ്പിരിച്വൽ നോളേജ്, സ്പിരിച്വൽ എനർജി നമ്മുടെ ഉള്ളിൽ വരാൻ തുടങ്ങുമ്പോഴാണ് ഈ എക്സ്പീരിയൻസസ്, അതായത് ആസ്ട്രൽ ട്രാവലിംഗ് അല്ലെങ്കിൽ പല ടൈപ്പ് എക്സ്പീരിയൻസസ് വരുന്നത്. അപ്പൊ മൈൻഡ് സ്വിച്ച് ഓഫ് ആകുമ്പോഴാണ്. അപ്പോൾ നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ് ഈ സ്പിരിച്വൽ നോളജ് കിട്ടാനും ആൻഡ് ടു ബി എൻ ഒബ്സർവർ. ഓക്കെ സർ. Yeah. So later on, like say we start getting a mental calmness, right? So then mostly the mind becomes empty, and whenever we think of something, like any thought or any idea or any intention, you will know what to create, right? Everything is created from mind, actually, right? So you are the creator as a source or a spirit. Then you put an intent in yourself, and you put a seed. The mind is like a farmland, right? Then whatever you sow, you will sow consciously. You will sow with firmness, and you will not have any unwanted weeds. That means negative thoughts or any other doubts or any other uncertainty. You will lose everything. You will know the moment you think. It's like cooking a tea. Cooking tea means you won't worry if it becomes sambar. It's easy, isn't it? If the moment you think about cooking tea, you will end up with tea. You will not doubt anytime. Same way, everything is easy to create. But if you have doubt, uncertainty, suspicion, anxiety, whether it will work or not, so then we lose the power of creation. So when our mind is in the present tense, whatever you think, it becomes reality. So our mind power, mental health will improve 100 folds, 1,000 folds. രണ്ടാമത്തെ സർ പറഞ്ഞ നമ്മൾ ഈ ധ്യാനം ചെയ്യുമ്പോൾ നമുക്ക് മെന്റൽ പീസ് ഓഫ് മൈൻഡ് കിട്ടും, കാംനെസ് കിട്ടും. ബിക്കോസ് നമ്മൾ ആ മൊമെന്റിൽ സ്ട്രെസ് ഇല്ലാത്ത ഒരു സമയമാണ്. അപ്പൊ നമ്മൾ ആ മൊമെന്റിൽ നമ്മൾ ഒരു ക്രിയേറ്ററും കൂടിയാണ്. ബിക്കോസ് നമുക്ക് അങ്ങനെ സ്പിരിച്വൽ എനർജി റിസീവ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പൊ നമ്മൾ കോൺഷ്യസ് ആണ്. അപ്പൊ ഒരു ഫാം ലാൻഡ് പോലെയാണ്. അതിൽ നമ്മൾ സീഡ്സ് ഇടാണ്, നമ്മൾ കോൺഷ്യസ്ലി അത് ചെയ്യാണ്. ആൻഡ് അത് നമുക്ക് വിശ്വാസം ഉണ്ട് അത് വളർന്ന ചെടിയാവും. അപ്പൊ ആ ഒരു ഫെയ്ത്ത് ഉണ്ട്. അത് വെച്ച് നമ്മുടെ നല്ലൊരു ക്രിയേറ്റിവിറ്റി നമുക്ക് ചെയ്യാൻ പറ്റും. അറ്റ് ദി സെയിം ടൈം നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ, വീഡ്സിനൊക്കെ എടുത്ത് കളയാനും പറ്റും. അവിടെ പക്ഷെ 100% ഫെയ്ത്ത് ഉണ്ട്. പക്ഷെ നമ്മുടെ മൈൻഡിൽ ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നടക്കുമോ ഇല്ലേ, അങ്ങനെ ഒരു ഡൗട്ട്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ പവർ ഓഫ് ക്രിയേറ്റിവിറ്റി, മാനിഫെസ്റ്റേഷൻ അത് പോവും നമ്മുടെ കയ്യിൽ നിന്ന്. അപ്പൊ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ ക്രിയേറ്റർ ആയിട്ട് പ്രവർത്തിക്കാം.
Yes. Yeah. So then, as I told you, the moment the mind is calm, the physical body will be completely relaxed. Just like as I told you, if you are not angry, if you are angry, what happens? The whole body will shiver, it can become heated up, you will sweat, you'll start shouting, BP will rise, everything. There's so many things that change just by anger, right? But when you are peaceful, when you are happy, when you are calm, when you are loving, when you are forgiving, when you don't have any judgments, no reservations, so automatically the body cells also will be at peace because every cell in the body is called Jivan, right? The every cell is a living being. It can listen, it can sense, it can understand, it can work, it can not work, right? Every cell is a Jivanu, it is called living being. And I am the source of that energy to every cell. The moment I enter this body, my spiritual energy, my soul energy is connected, wired or wireless to every cell in the body. Right? So if I'm feeling happy, all the cells are happy, all the cells are energetic, all the cells are healthy automatically. Right from bones, blood, flesh, muscles, nerves, everything will become happy. So physical health will automatically improve. Everything, known, unknown diseases, all will vanish. അടുത്ത സർ പറഞ്ഞത് നമ്മുടെ മൈൻഡ് കാം ആവുമ്പോൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയിൽ ഒരു കാംനെസ് വരും, സ്ട്രെസ് ഫ്രീ ആയിട്ടിരിക്കും. അപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമുക്ക് ദേഷ്യം, വളരെയധികം ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ബോഡി ഇങ്ങനെ ഷിവർ ചെയ്യാൻ തുടങ്ങും, ബോഡിയിലത്തെ ഹീറ്റ് റേസ് ആവും, നമുക്ക് ഫസ്റ്റ് മെന്റൽ സ്ട്രെസ് കൂടും, പ്രഷർ ഉണ്ടാവും, ആ സമയത്ത് പെട്ടെന്ന് റിയാക്ട് ചെയ്യാനൊക്കെ തോന്നും. അപ്പൊ ഇതൊക്കെ ബോഡീനെ എഫക്ട് ചെയ്യാണ്. ആൻഡ് നമ്മുടെ ഈ ബോഡിയിലത്തെ എല്ലാ സെല്ലിന് ഒരു കോൺഷ്യസ്നെസ് ഉണ്ട്, അത് ലിവിങ് ബീങ്സ് ആണ്. അപ്പൊ നമ്മൾ എങ്ങനെയാ ചിന്തിക്കുന്നത് അതുപോലെ നമ്മുടെ സെൽസിലെ ഇൻഫർമേഷൻ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ നമ്മൾ കാം ആയിട്ടുള്ള ഒരു സ്റ്റേറ്റിലാണെങ്കിൽ സെൽസിന് ആ ഇൻഫർമേഷൻ കിട്ടി കാം ആയിട്ടിരിക്കും. നമ്മൾ ഹാപ്പി ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ എല്ലാ സെൽസും ഹാപ്പിയാവും. അപ്പൊ നമ്മുടെ തോട്ട്സിന്റെ പോലെ ഇരിക്കും നമ്മുടെ സെൽസിന്റെ മുകളിൽ ആ ഇഫക്റ്റ്. അപ്പൊ നമ്മൾ ജനിക്കുമ്പോൾ നമ്മൾ ഈ ബോഡിയിൽ വരുമ്പോൾ തന്നെ ആ നിമിഷം തൊട്ട് നമ്മൾ ഈ എല്ലാ സെൽസിന്റെ മാസ്റ്ററായി. അപ്പൊ നമ്മൾ എന്ത് ഇമോഷൻസ് ആണ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എല്ലാ സെൽസിൽ അതുപോലെ തന്നെ അത് എഫക്ട് ചെയ്യും. അപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ നെർവ്സ്, ബോൺസ്, എല്ലാ സെൽസ്, ബോഡിയിലത്തെ എല്ലാ സെൽസിൽ ഈ കാംനെസ് വരും. ഓക്കെ സർ. Yeah. So these are the three health that we achieve immediately from meditation, right? During meditation and as we meditate, all the three healths will come immediately, right? And third, fourth health will be social health. How will we get social health? Okay. So I'll tell you what happens. When our mind is empty or mostly calm or mostly empty during the day, during meditation. So what happens is, I told you, Atma will short circuit to Paramatma. No mind. No mind means no regulator. So you are having very high energy because you are directly connected. No other source, no other block, no other stoppage. So what happens is, when our energy will be very high, then our aura will be very big. That means the energy field, like when the current flows in a wire, there is a magnetic field also. It's called magnetic field. When electromagnetic field is created, it's called electro. In the nadis, there is a lot of energy that flows in Sukshma Sharira. Then the Prabhavali, that means the aura or the magnetic field around us will become very expanded, very powerful, very big. So what happens is, and because our mind does not have any wrong thinking, that means you feel happy inside. Wherever you meet people, you want to give happiness to them. You won't feel bad about other person. You won't think any conspiracy. You don't feel jealousy. Okay, you don't feel angry. You feel happy and make friends always. So what happens?
the moment you don't have any jealousy, wrong thinking, no bad intention, and your aura is very big, right? Very strong, then anyone who comes in your contact will know your energy is so wonderful. They feel happy when they meet you. So they want to become your friend. They don't know why they want to become the friend, but they'll feel the energy. Just like you enter a kitchen, your mother does not have to say what she is cooking. By smelling, you know it is dosa. By smelling, you know it is appam. Okay, by smelling, you know it's upma. So the nose can find out immediately. Similarly, everyone can know if you are thinking wrong about that person, they will know that person, then you will start fighting or you will avoid each other automatically. Just like smelling your nose, you have a ESP, it is called the sixth sense. So when you meditate, your aura will become big. Naturally, people will feel calm and happy when they come in your energy field. Second thing is, since you don't think wrong, they will know that they are not thinking wrong about you. Then they will become friendly again. So you will have a wonderful social connect and social health. Everyone wants to work with you. And the final one, which is very easy, is when you have very good social health, everyone wants to help you to get a job, to get you business, to help you with money, or do whatever work you want them to do. They will help you in all the work. So you will have hundreds and thousands of friends. So these two are like two sides of the coin, like social health and financial health. Yes, ma'am. ആരൊക്കെ Yeah. മ്യൂട്ട് ചെയ്യണ ബാക്കിയുള്ളവര്? ഓക്കെ. Yeah, I have muted them. ഓക്കെ. നാലാമത്തെ ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷന്റെ സോഷ്യൽ ഹെൽത്ത് ആണ്. അപ്പൊ നമ്മള് ധ്യാനം ചെയ്യുമ്പോൾ നമ്മുടെ നാഡീമണ്ഡലത്തില് ഈ ഊർജം കയറും. ഈ എനർജി നമ്മുടെ ഫുൾ ബോഡിയിൽ കയറി കഴിഞ്ഞാൽ ബ്ലോക്സ് ക്ലിയർ ആയിട്ട് നമ്മുടെ ഈ ഓറ, അതായത് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്, നമ്മുടെ എല്ലാവരുടെ ചുറ്റുള്ള ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ് ഭയങ്കര എക്സ്പാൻഡഡ് ആവും. നമ്മുടെ എത്രയും എനർജി നമ്മൾ റിസീവ് ചെയ്തുകൊണ്ടിരിക്കും, അതുപോലെ തന്നെ നമ്മുടെ ഓറ എക്സ്പാൻഡ് ആവും. ഈ ഓറ എക്സ്പാൻഡ് ആവുമ്പോൾ പിന്നെ അതിന്റെ കൂടെ നമ്മുടെ ഉള്ളിലത്തെ നെഗറ്റീവ് തോട്ട്സ് ഒന്നും ഇല്ല. വെരി പോസിറ്റീവ് ആയിട്ടിരിക്കുന്ന, കാം ആയിട്ടുള്ള, ഹാപ്പി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റ് ആണ്. നോ നെഗറ്റീവ് തിങ്കിങ്, ജലസി ഇല്ല, ഹേറ്റഡ് ഇല്ല. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ എവിടെയൊക്കെ പോകണു, ആരെയൊക്കെ മീറ്റ് ചെയ്യണു, അവരോടൊക്കെ നമുക്ക് നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. എല്ലാവർക്കും ബാക്കിയുള്ള ആൾക്കാരോട് നമ്മളെ കാണുമ്പോൾ അവർക്കൊരു ഹാപ്പിനെസ് തോന്നും, ഒരു എനർജി ഫീൽ ചെയ്യാൻ പറ്റും, പോസിറ്റീവ് എനർജി ഫീൽ ചെയ്യാൻ പറ്റും. അവർക്ക് നമ്മളോട് ഫ്രണ്ട്സ് ആവണമെന്ന് തോന്നും. അപ്പോൾ ഇതൊക്കെയാണ് ബെനിഫിറ്റ്സ് ഈ മെഡിറ്റേഷന്റെ, ഈ ഒരു സോഷ്യലി നമുക്ക് കിട്ടാവുന്ന ബെനിഫിറ്റ്സ്. അപ്പൊ ഒന്ന് നമുക്ക് നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാവും ആൾക്കാരുടെ കൂടെ, ആൻഡ് നമ്മുടെ ഓറ ഭയങ്കരമായിട്ട് എക്സ്പാൻഡ് ചെയ്യും. പിന്നെ ഈ സോഷ്യൽ ബെനിഫിറ്റിന്റെ കൂടെ അതിന്റെ ഒരു റിസൾട്ട് ആയിട്ട് നമുക്ക് ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഉണ്ടാവും. കാരണം എല്ലാവരും നമ്മളെ ഹെൽപ്പ് ചെയ്യാനുള്ള ആറ്റിറ്റ്യൂഡിലായിരിക്കും. ജോലിയായിട്ടോ ഫിനാൻസ് ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും രീതിയിൽ അവർ ഹെൽപ്പ് ചെയ്യും. അപ്പം ഡെഫിനറ്റ്ലി നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷനും ഇംപ്രൂവ് ആവും. യെസ് സർ. Yes, ma'am. So, friends, this is the journey, or this is a story of how we can achieve fivefold health, right? I hope you all understood it and then you realize it. There's no need to understand anything also. Just keep doing meditation, then you'll see, okay, after few days, few months, depending on how intense you are in meditation, you'll see all of this is improved for you. All the five, because I am meditating since 15 years and I am seeing my life has changed in all the aspects. It has become effortless living, effortless mental health, effortless spiritual health, effortless social health, financial health. All the health I am getting it, and no doctor, no medicine from last 15 years, right? So this is so wonderful. സാർ പറയണത് എല്ലാവരും മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡെഫിനറ്റ്ലി എല്ലാം ഈ 5 ബെനിഫിറ്റ്സ് കിട്ടും. അപ്പോ സാർ എന്നെ 15 കൊല്ലമായിട്ട് മെഡിറ്റേഷൻ ചെയ്യാണ്. അതുകൊണ്ട് അവർക്കെല്ലാം ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ, സ്പിരിച്വൽ, ഫിനാൻഷ്യൽ എല്ലാം ഹെൽത്ത് ബാലൻസ്ഡ് ആണ്. എഫേർട്ട്ലെസ് ആയിട്ട് ലിവിങ് ആണ്. ഒരു പ്രശ്നമില്ല, ഒന്നിനും കഷ്ടപ്പെടണ്ട, ഈസി ആയിട്ട് ലൈഫിലെല്ലാം കിട്ടുന്നുണ്ട്. അപ്പോൾ സാർ സജസ്റ്റ് ചെയ്യുന്ന എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുക ആൻഡ് ഈ ബെനിഫിറ്റ്സ് റീപ്പ് ചെയ്യും. ഓക്കെ സർ. Yeah. So, of course, for students, if there are any students, it will improve the mental health, it will improve the memory efficiency, it will improve the intelligence. So, a lot of other benefits. So, benefits are millions. It can go into many benefits, right? So, it is very easy.
So then we come to the chakras, right? So no need to even worry what is this chakra, what each chakra will do. Nothing is required actually. So when we meditate, very simple way, all the chakras will be activated, all the chakra will become balanced. Okay. So what is activation? What is balancing? Okay. What is balancing? What is activation means? We all have 7 chakras, right? And when we meditate, so the Atma and Paramatma become short circuit, right? That means from our top of the head till the base, we have 7 chakras, right? So the energy will flow from the Brahmarandra and it starts flowing to your Sushumna Nadi. That means your neutral neurons, the spinal cord, right? So it is not Ida, it is not Pingala, it is called Sushumna. Sushumna is neutral, right? So it will start flowing from the Sushumna. It is like a tank of water, right? If you have a big tank of water, if you pour the water inside, the water will start filling from bottom, right? Even if you fill from side, even if you fill from top, wherever you fill the water, the tank will fill the water will fill from the bottom of the tank, right? Same way, the first benefit we get is on Muladhara Chakra. Okay, the physical pain will start. Then automatically when you meditate more, the energy will start feeling more. Then your Swadhisthana will start working, overflow of energy. Then automatically more meditation, then your Manipuraka will start working, activating. Then automatically do more and more sadhana, more spiritual practice, more meditation. Then automatically your Anahata will activate. Then again you do more thing, the Anahata, it comes automatically, that benefit will come to you. Right, again then we come to Vishuddha, then your Agnya, your Sasrara. So it is called as a Kundalini process, or it is called river flow method. River flow means when you have a small pond, if you put more water, it will overflow, it will become a lake. When you overflow the lake, it will become river. When you overflow the river, it will go into sea. When you overflow the sea, it will go into ocean. So that means from local consciousness to universal consciousness. Annamaya Kosha, the Pranamaya Kosha, Manomaya Kosha, Vijnanamaya Kosha, Anandamaya Kosha. That means you will know all the 5 layers automatically. So chakra activation is easy. And the second is chakra balancing. That means when is the chakra balanced? Chakra is balanced when both physical and emotional are balanced. That means it is called Ardhanarishvara. That means it will have a male part and a female part. Every chakra has a male and female part. That is, when energy is flowing and it is balanced and filling, then we will naturally become Ardhanarishvara in all the chakras. And finally, we will become Ardhanarishvara for all the 7 chakras. Yes, ma'am. അടുത്ത സ്റ്റുഡൻസിനുള്ള ബെനിഫിറ്റിന്റെ കാര്യം പറഞ്ഞത് കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. അതിൽ ഡെഫിനറ്റ്ലി മെമ്മറി പവർ കൂടും, മെന്റൽ എഫിഷ്യൻസി കൂടും, അങ്ങനെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട് കുട്ടികൾക്ക്. സ്റ്റഡീസിൽ വളരെയധികം ഹെൽപ്പ് ചെയ്യും. പിന്നെ അടുത്തത് പറയുന്ന ചക്രാസിന്റെ ബാലൻസിങ് ആണ്. അപ്പൊ സർ പറയുന്ന ഇപ്പൊ ചക്രാസിനെ പറ്റിയിട്ട് നമുക്ക് ടെൻഷൻ ആവണ്ട, മീൻസ് എന്താ ചക്രാസ് അല്ലെങ്കിൽ എങ്ങനെ ബാലൻസ് ചെയ്യാൻ ആക്ടിവേറ്റ് ചെയ്യുക. ബട്ട് ജനറലി നമ്മൾ ഈ മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ചക്രാസ് ആക്ടിവേറ്റ് ആവുകയും ചെയ്യും, ബാലൻസ് ആവുകയും ചെയ്യും. ആക്ടിവേഷൻ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ ധ്യാനം ചെയ്യുമ്പോൾ സഹസ്രാറില് നിന്ന് നമ്മുടെ ബോഡിയിലേക്ക് സുഷുമ്ന നാഡി ത്രൂ നമ്മുടെ എല്ലാം നാഡിമണ്ഡലയിലെ എല്ലാ സ്ഥലത്തും ബോഡിയിലെ എനർജി റിസീവ് ചെയ്യും. ഫസ്റ്റ് ആക്ടിവേറ്റ് ചെയ്യാൻ പോണത് ഇപ്പൊ ഒരു വാട്ടർ ടാങ്കിൽ നമ്മൾ കണ്ടിട്ട് വെള്ളം നിറയ്ക്കുമ്പോൾ ബോട്ടമിലാണ് വെള്ളം നിറയുക, അതിങ്ങനെ ഫുൾ മുകളിലേക്ക് കയറി വരും. അതുപോലെ നമ്മുടെ ഏറ്റവും ലോവസ്റ്റ് ചക്ര, അതായത് മൂലാധാര ചക്രത്തിലാണ് ഏറ്റവും അധികം ഫസ്റ്റ് എനർജി വന്നിട്ട് എത്തുന്നത്. അപ്പൊ അവിടെ ആക്ടിവേഷൻ നടക്കും,
ബോഡിയിൽ കുറച്ച് ഡിഫറൻസസ് ഒക്കെ തോന്നാം, ബോഡി പെയിൻ അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് അത് ആക്ടിവേഷൻ ആയി കഴിഞ്ഞാൽ കൂടുതൽ സാധന അല്ലെങ്കിൽ കൂടുതൽ മെഡിറ്റേഷൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് അതായത് സ്വാധിഷ്ഠാനം ആക്ടിവേറ്റ് ആവും. പിന്നെ ഇനിയും കൂടുതൽ നമ്മൾ ധ്യാനം ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മണിപൂരക ആക്ടിവേറ്റ് ആവും, പിന്നെ അനാഹത ആക്ടിവേറ്റ് ആവും. അത് കഴിഞ്ഞിട്ട് വിശുദ്ധി, ആജ്ഞാചക്ര, പിന്നെ സഹസ്രാര ചക്ര, അങ്ങനെ എല്ലാം ആക്ടിവേറ്റ് ആവും എല്ലാ ലെവലിലും. അപ്പൊ അത് ധ്യാനത്തിലൂടെ ആക്ടിവേഷൻ ആയിക്കോളും. പിന്നെ ബാലൻസിങ് എന്ന് പറഞ്ഞാല് അതായത് നമ്മുടെ ഫിസിക്കൽ ആൻഡ് ഇമോഷണൽ ബാലൻസ് വരുമ്പോഴാണ് നമ്മുടെ ഈ ചക്രാസ് ബാലൻസ്ഡ് ആവുക. എല്ലാ ചക്രാസില് നമ്മുടെ ഉള്ളിൽ തന്നെ മെയിൽ ആൻഡ് ഫീമെയിൽ എനർജി ഉണ്ട്. ഈ രണ്ട് എനർജീസ് ബാലൻസ്ഡ് ആവുമ്പോൾ നമ്മുടെ നമുക്കൊരു അർദ്ധനാരീശ്വരന്റെ പോലെയാവും എനർജി. അപ്പൊ ഇത് രണ്ടും ബാലൻസ്ഡ് ആവും. ബാലൻസ്ഡ് ആവുമ്പോൾ ഈ ചക്രാസും എല്ലാം ബാലൻസ്ഡ് ആവും. ഓക്കെ സർ. Yeah. So, finally, what happens here is when energy keeps on flowing and we keep meditating, then we reach the Sahasrara. Sahasrara means it is like overflowing the tank, right? That is called the enlightenment stage, right? Overflowing means enlightenment, right? So that is when the entire Kundalini activation is done, right? So then other things that we also find is that food and weight management, right? So many people struggle like food, weight, underweight, overweight, okay, cannot digest everything. So because once the body becomes healthy, automatically you will not eat more than what you need. That means emotional hunger will go and your body will automatically have efficient metabolic activity like digestion, secretion, or assimilation, and excretion. So all this will work properly. So automatically, whatever you eat, you will eat in a calm way and you will eat consciously. That means you will become more aware. And emotional eating will stop, like gulping, very fastly eating. So that will all automatically calm down. And then automatically, if you are not able to digest properly or everything is going out wasted, then you will become lean. So here, when in meditation, automatically, even if you are underweight, you will pick up weight. If you are overweight, automatically reduce it. So body knows what is best for you, right? So we get a very good food management and weight management. അടുത്ത ഫുഡ് ആൻഡ് വെയിറ്റ് മാനേജ്മെന്റ് ആണ്. അതും ഒരു ബെനിഫിറ്റ് ആണ് മെഡിറ്റേഷന്റെ. അപ്പൊ ഈ മെഡിറ്റേഷന്റെ ത്രൂ നമുക്ക് നമ്മുടെ ഈറ്റിംഗ് ഹാബിറ്റ്സിൽ വ്യത്യാസം വരും. കോൺഷ്യസ് ആവും. നമുക്ക് ആവശ്യമുള്ള ഫുഡ് കഴിക്കും, ചിലപ്പോൾ നല്ല ഫുഡ് കഴിക്കും, ഹെൽത്തി ഫുഡ് കഴിക്കും. അതുപോലെ അങ്ങനത്തെ ഫുഡില് ഇമോഷണൽ ആയിട്ടുള്ള ഈറ്റിംഗ് ഹാബിറ്റ്സ് ഒക്കെ നിൽക്കും. ഓവർ ഈറ്റിംഗ്, ബിഞ്ചിങ് അതൊക്കെ നിൽക്കും. എന്നാൽ കറക്റ്റ് ആയിട്ട് ഫുഡ് കഴിക്കും. അപ്പൊ അതുപോലെ തന്നെ വെയിറ്റ് മാനേജ്മെന്റ് ഉണ്ടാവും. അപ്പൊ ചിലരിപ്പോ ഡൈജഷൻ പ്രോബ്ലം ഒക്കെ ഉള്ള ആൾക്കാരുടെ ഒക്കെ ഡൈജഷൻ പ്രോബ്ലംസ് ഒക്കെ മാറും. പിന്നെ അണ്ടർ വെയിറ്റ് ആയിട്ടുള്ള ആൾക്കാരുടെ വെയിറ്റ് നോർമലിലേക്ക് വരും. ഓവർ വെയിറ്റ് ആയാൽ തന്നെ റെഡ്യൂസ് ആവും. അങ്ങനത്തെ ബോഡിക്ക് അറിയാം കറക്റ്റ് എങ്ങനെയാണ് ഈ ബോഡിക്ക് എന്താ ആവശ്യമുള്ളത്, ആ കറക്റ്റ് വെയിറ്റും കറക്റ്റ് ഫുഡ് നമ്മൾ കഴിക്കാനും തുടങ്ങും. ഓക്കെ സർ. Yeah. So finally, friends, you get a good amount of the intuition, right? So what happens is the first stage is our intuition, right? Intuition means like, say, what has to be done, what should not be done, like what will happen, where should I go, this might be right, this might be wrong. So you get some sort of a inner guidance everywhere. Like it's like switching on the GPS, right? So you will find your own path. If you know where to go, then automatically the intuition will say, okay, you can go this way, you may find it. Okay, if you want to meet someone, then you can say, you may get inner guidance. Okay, maybe through him, one person, you may get someone to meet. Or if I want to earn some money, then it may show you what is the right way to earn the money. So these are all the initial benefits called intuition, right? That means some guidance, inner guidance. You don't know where it is coming from, how it's coming, but you know there's something guiding you, right? Then when we do more sadhana, then we get self-knowledge. That means we call it as the activation of the third eye. That means Jnana Chakra. Okay, that is a knowledge center.
So there is no charma chaksha means your physical eye. You can see only limited visions, like say very visible light frequency you can see. But when you open the Jnana Chaksha, you get a sixth sense. Exactly what is right, what is wrong, who to speak, whom not to speak, what to speak, when to speak, how to speak, how much to speak, where to speak. Right? Everywhere you get a clarity, like what to eat, what not to eat, how much to eat, when to eat, how to eat, right? How to eat, everything you get some knowledge. So this is called self-knowledge, right? So, and the final one is enlightenment. That means there is no differentiation between me and the whole universe. I am the universe, or the universe is in me. Both are the same, right? Everyone has the same Jiva Shakti, everyone has the same Atma Shakti. There's no living and non-living. Everything is connected body. Everything is a continuous of myself. Everything is a continuity of myself. And we can communicate from anywhere to anyone, from any dimension to any dimension, any time to any time, any form of life to any form of life. So this is our inner knowledge, inner guidance, inner enlightenment path. So this is the one to other, one to another, right? So intuition, self-knowledge, enlightenment. So this is how the flow goes on, right? So this is just a very brief introduction to what benefits are. There can be many more, right? So, yeah. അടുത്തത് ഇൻറ്റ്യൂഷൻ ആണ്. ഇൻറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിൽ അറിയാൻ പറ്റും ഇത് നമുക്ക് നല്ലതാണോ, ഇത് ചീത്തയാണോ, ഇത് ചെയ്താൽ നല്ലതായിരിക്കും. ആ ഒരു ഇൻസൈഡ് നമുക്കൊരു ഫീലിംഗ് വരും, ഇത് ചെയ്യണോ വേണ്ടെന്ന്, ഒരു ഇന്നർ ഗൈഡൻസ്, ഒരു ഇന്നർ വോയിസ് വരും. അപ്പൊ നമുക്ക് എല്ലാം, ഇപ്പൊ ജോബ് ആണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും, ഓക്കെ ഈ ജോബ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നന്നായിരിക്കും, അല്ലെങ്കിൽ ഇത് വേണ്ട. ആ ഒരു ഫീലിംഗ് നമ്മുടെ ഉള്ളിൽ വരും. അതാണ് ഇൻറ്റ്യൂഷൻ. പിന്നെ സെൽഫ് നോളജ്, അതായത് നമ്മുടെ തേർഡ് ഐ, ഞാൻ ചക്ഷു ഓപ്പൺ ആവുമ്പോൾ മെഡിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് എല്ലാത്തിനെ പറ്റി ക്ലാരിറ്റി ഉണ്ടാവും. അതായത് നമ്മൾ ആരോട് സംസാരിക്കണം, എപ്പോൾ സംസാരിക്കണം, എങ്ങനെ സംസാരിക്കണം, എവിടെ വെച്ച് സംസാരിക്കണം, അതുപോലെ ഫുഡിന്റെ കാര്യത്തിലാണോ, എല്ലാ കാര്യത്തിലും നമുക്കൊരു നോളജ് ഉണ്ടാവും. അതാണ് ഈ സെൽഫ് നോളജ്. എല്ലാം ഒരു കറക്റ്റ് ആയിട്ട് നമുക്ക് ചെയ്യേണ്ട ഒരു ജ്ഞാനം കിട്ടും. പിന്നെ തേർഡ് വൺ തന്നെ എൻലൈറ്റൻമെന്റ് ആണ്. എൻലൈറ്റൻമെന്റ് നമ്മൾ ദർ ഇസ് നോ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് ദ യൂണിവേഴ്സ്. എല്ലാം എന്റെ തന്നെ ഒരു കണ്ടിന്യൂറ്റി ആണ്. എല്ലാത്തിനകത്ത് സെയിം കോൺഷ്യസ്നെസ് ആണ്. അപ്പൊ നമുക്ക് അങ്ങനെ ഒരു ലെവൽ വന്നു കഴിഞ്ഞാൽ, എൻലൈറ്റൻമെന്റ് വന്നു കഴിഞ്ഞാൽ, നമുക്ക് ഏത് ഫോമിനോടും, സ്റ്റോൺ ആയാലോ ഏത് ഡയമെൻഷനിലെ ബീങ് ആണെങ്കിലും ആരോടും നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇൻഫർമേഷൻ ഇങ്ങോട്ട് റിസീവ് ചെയ്യാനും പറ്റും, അങ്ങോട്ട് കൊടുക്കാനും പറ്റും. അതാണ് സ്റ്റേറ്റ് ഓഫ് എൻലൈറ്റൻമെന്റ്. അപ്പൊ 3 ബെനിഫിറ്റ്സ് ഉണ്ട്. ഇതല്ലാണ്ട് തന്നെ കുറെ ബെനിഫിറ്റ്സ് ഉണ്ട്. ഇപ്പൊ just a brief ആയിട്ട് സർ പറഞ്ഞു. Yes, sir. Yeah, friends. So any questions so far from any of you? Anything that you want to ask? Because there's so much of information flow. Anything you want to share your experience, anything that you can correlate how it worked for you, or anything that you to ask any questions. ആർക്കെങ്കിലും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ചോദിക്കാം. അൺമ്യൂട്ട് ചെയ്തിട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, ഈ 6 പോയിന്റിനെ പറ്റിയിട്ടോ ബെനിഫിറ്റ്സിനെ പറ്റിയിട്ട്. ഒരു ദിവസം എത്ര മണിക്കൂർ ഇരിക്കണം മെഡിറ്റേഷനിൽ? Sir, one of them is asking like how many hours should we sit for meditation every day? Yeah, the formula is 1 minute for every birthday. So how many birthdays you have celebrated, that many minutes minimum. അപ്പൊ സർ പറയണത് 1 മിനിറ്റ് ഒരു ബർത്ത്ഡേക്കാണ്. അപ്പൊ നമുക്ക് എത്ര മിനിറ്റ്, എത്ര ബർത്ത്ഡേസ് നമ്മൾ സെലിബ്രേറ്റ് ചെയ്തു അത്രയും മിനിറ്റ്. അതായത് ഇപ്പൊ നമ്മുടെ ഏജ് എത്രയാ അത്രയും മിനിറ്റ് ഡെയിലി ചെയ്യണം. Every as per the age, every minute. Okay, thank you. Okay, so we'll move on. So I just have one last topic to cover for this series, right? So what happens here is, friends, there is just to let how this works, right? The technology and science also has a lot of proof for this, right? So if you look at this image, right, there is one great spiritual master called scientist called Masaru Emoto, right? So a lot of people might be knowing his name. His experiments on water and our behavior and external and internal world, right? So he has done a lot of
experiment on water. So this great master scientist, she took 5 bottles of water, right? And then every bottle of water, he gave an emotion. Like say, 1 bottle of water, he took it and then say, made a prayer, right? So some his best God, he made a prayer, right? And 1 bottle of water, he said, "Thank you so much. You're so important in my life, and I have a lot of gratitude and respect for you. Thank you so much for making my life. Without you, it's not possible to live." So 1 bottle, he started scolding or saying a lot of bad words. And 1 bottle, he said, "I love you so much. I like you. I want to play. I want to swim in you and everything." So he says, "I love you so much." Right? So 1 bottle he just kept without any thinking, thought. So all the 5 bottles, he put it in a refrigerator and made it ice in a freezer. And when the ice was formed, ice crystals were formed, he examined the crystals in an electron microscope, and this is what he found. So you can see every bottle has a different vibration, different pattern actually. Okay, so that shows that every thought, every emotion that we create has an impact in energy patterns. And it is not, he did not even touch the water. He just held the bottle, and that is the pattern it created. Yeah. സർ ഒരു എക്സാമ്പിൾ തരാണ് നമ്മുടെ തോട്ട്സ് ഇന്റൻഷൻ ഇമോഷൻസിന്റെ ഇഫക്റ്റ് കാണിക്കാനായിട്ട്. ഒരു ജാപ്പനീസ് സയന്റിസ്റ്റ് ഉണ്ട്, മസാരു ഇമോട്ടോ. അവര് വളരെ ഫേമസ് സയന്റിസ്റ്റ് ആണ്. വാട്ടർ എക്സ്പെരിമെന്റ്സിന്റെ കുറെ എക്സ്പെരിമെന്റ്സ് ചെയ്ത വാട്ടറിന്റെ മുകളിൽ. അപ്പൊ ഈ സ്ലൈഡിൽ കാണുന്ന പോലെ 5 പിക്ചേഴ്സ് കാണാം. ഇതില് ഫസ്റ്റില് ഈ ഒരു ബോട്ടിൽ വെള്ളത്തില് ഒരു നമ്മള് ഒരു എന്താ പറയുക കൺട്രോൾ പോലെ ഒന്നും ഒരു പ്രെയറോ ഒന്നും ഓഫർ ചെയ്യാത്ത ഒരു ജനറലി ഒരു ബോട്ടിൽ വെള്ളമാണത്. പിന്നെ അതിന്റെ അടുത്ത് വേറെ ഒരു ബോട്ടിൽ എടുത്തു. ആ ബോട്ടില് ഒരു പ്രാർത്ഥന ചെയ്തിട്ട് ആ ബോട്ടിൽ ആ ഇന്റൻഷൻ കൊടുത്തു. അല്ല, 3ാമത്തെ ബോട്ടില് താങ്ക് യു, ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞു. താങ്ക്സ്, വെള്ളത്തിനോട് കുറെ പ്രാവശ്യം നല്ല താങ്ക്സ് എന്ന് പറഞ്ഞപ്പോ ഉള്ള ഒരു ഇമോഷനാണ് അതിൽ കൊടുത്തത്. 4ാമത്തെ ബോട്ടില് ഇങ്ങനെ ദേഷ്യം കൊണ്ട് സംസാരിച്ചു വെള്ളത്തിനോട്. എനിക്ക് നിന്നെ കാണുമ്പോൾ എന്താണ് ദേഷ്യം വരുന്നു, ഐ ഫീൽ സിക്ക്, അങ്ങനെയൊക്കെ, ഐ വോണ്ട് ടു കിൽ യു, അങ്ങനെയൊക്കെ ഉള്ള നെഗറ്റീവ്, വളരെയധികം നെഗറ്റീവ് ഇമോഷൻസ് അതിൽ കൊടുത്തു. ആൻഡ് ലാസ്റ്റ് വണ്ണില് ലവ് ആൻഡ് അപ്രിസിയേഷൻ, ഐ ലവ് യു, യു ആർ വെരി ബ്യൂട്ടിഫുൾ, അങ്ങനെയുള്ള അപ്രിസിയേഷനും ലവ് ഉള്ള ഇമോഷൻസ് ആ വെള്ളത്തിനോട് പറഞ്ഞു. അങ്ങനത്തെ തോട്ട്സ് റിലീസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വെള്ളം ബോട്ടിൽസ് എല്ലാം എടുത്തിട്ട് ഫ്രീസറിൽ വെച്ചു. പിന്നെ ആ ഫ്രോസൺ ക്രിസ്റ്റൽസ് എടുത്തിട്ട് എക്സാമിൻ ചെയ്തപ്പോൾ ഓരോരോ ഡിഫറെന്റ് ജോമെട്രിക് പാറ്റേൺസ് കണ്ടു. സോ ഇതിൽ കാണിക്കുന്ന ഓരോ ജോമെട്രിക് പാറ്റേൺസ് ആ ഇമോഷൻ റിലേറ്റഡ് ആണെന്നാണ് കാണിക്കുന്നത്. എല്ലാം നമ്മുടെ ഓരോ തോട്ട് ഉണ്ടാക്കുന്ന ഓരോ ടൈപ്പ് ക്രിസ്റ്റൽസ്. ഓക്കെ സർ. Yes. So friends, when you see every thought, every emotion is giving some force, some energy pattern, right? And the earth has 75% of water, right, or more. Even our body has more than 75% of water, the Jalatattva inside us. Okay. So the earth is nothing but our body is nothing but the earth element, right? Everything is like a sharira, right? When we are a normal human being without knowledge or without consciousness, we generate 50 to 70,000 thoughts in a day, right? And when one thought, one emotion can give so much of difference in the water, you can imagine our body has so much of liquid inside, and we are thinking so many unwanted thoughts. We don't know what we are thinking. It is reckless creation. And all the diseases, all the negativity, all the problems that we create on ourselves will also show in our body, not now, but over a period of time, depending on how strong the emotions are. Right? If it is very strong emotion, then results will come quickly. If it is very, maybe some light coming and going, so maybe it will take a longer time to show up in the body. Right? So
The most important thing is that, hot pollution is the biggest killer. It is mother of all the pollution. So if you do meditation, you will reduce the thought pollution. You can imagine there are 700 crore people in the whole world, right? More than 7 billion people are there. And every human thinking so many unwanted thoughts, right? That is what is creating whatever the situation the world is. More hospitals, more diseases, more doctors, more terrorism, more insurance companies, more police, more military, right? So, because everyone is feeling insecure, everyone is feeling doubt on each other, everyone is feeling uncertainty, everyone is afraid, right? So, they want to protect. So, this is all the collective creation. And imagine if these unwanted thoughts are not created, the world will immediately become a wonderful paradise to live. Yes, ma'am. അടുത്തത് സാറാണ് നമ്മുടെ ഇപ്പോ എർത്തിൽ തന്നെ 75% വാട്ടർ ആണ്. അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലും മോർ ദൻ 75% വെള്ളമുണ്ട്. ആൻഡ് നോർമൽ കണ്ടീഷനിൽ നമ്മുടെ മൈൻഡിൽ ഒരു 50,000 to 70,000 തോട്ട്സ് പെർ ഡേ വരുന്നത് നോർമൽ കണ്ടീഷൻ. അപ്പൊ ഒരു തോട്ടിന്റെ ഇഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ കണ്ടില്ലേ, ഇപ്പൊ വെള്ളത്തിന്റെ ഈ എക്സ്പെരിമെന്റ് നമുക്ക് കാണാം. ഒരു തോട്ട് ഇട്ടപ്പോ തന്നെ ഒരു ക്രിസ്റ്റൽസ് ഫോം ചെയ്യുന്നത്, ഒരു ഷേപ്പ് ഫോം ചെയ്യുന്നത്, അതിന്റെ ഇഫക്റ്റ്. അപ്പൊ ഇത്രയും 50-70,000 തോട്ട്സ് നമ്മുടെ മൈൻഡിൽ നമ്മൾ കോൺഷ്യസ് അല്ലാണ്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്ത് ഇഫക്റ്റ് ആയിരിക്കും നമ്മുടെ ബോഡിയിൽ? കുറെ പ്രോബ്ലംസ് ഉണ്ടാവും നമ്മൾ കോൺഷ്യസ് അല്ലെങ്കിൽ. സോ മെനി തോട്ട്സ് ആർ കമ്മിങ്. അപ്പൊ മെഡിറ്റേഷൻ നമ്മൾ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ഈ അനാവശ്യമായിട്ടുള്ള ചിന്തകളൊക്കെ കുറയും. ഇപ്പൊ എർത്തിൽ തന്നെ ഇപ്പൊ 7 ബില്യൺ ആൾക്കാരുണ്ട്. അപ്പൊ അവരുടെ എത്രയോ ആൾക്കാർ ഇരുന്ന് ഇങ്ങനെ ആലോചിക്കാണ്, അനാവശ്യമായിട്ടുള്ള കുറെ ചിന്തകൾ അവരുടെ മനസ്സിൽ വരാണ്. അവർ ഇൻസെക്യൂർ ആണ്, പേടിയുണ്ട്, ഫിനാൻഷ്യൽ പേടികൾ ഉണ്ടാവും, അല്ലെങ്കിൽ ഇമോഷണൽ ആയിട്ടുള്ള സ്ട്രെസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ഈ തോട്ട്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നെഗറ്റീവ് ആയിട്ടുള്ള തോട്ട്സ് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ ഈ ഫുൾ പൊല്യൂഷൻ നടക്കാണ്, തോട്ട് വേൾഡ് പൊല്യൂഷൻ നടക്കാണ്. അതാണ് മദർ ഓഫ് ഓൾ പൊല്യൂഷൻ, ഈ തോട്ട്സിന്റെ. അപ്പൊ ഒരു കൺട്രോൾ ചെയ്യാണ്ട് അൺകോൺഷ്യസ് ആയിട്ട് തിങ്ക് ചെയ്തിട്ട്. അപ്പൊ സർ പറയണ ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ ഒക്കെ ചെയ്യാൻ തുടങ്ങിയാല് നമ്മുടെ ഈ തോട്ട്സ്, അനാവശ്യമായിട്ടുള്ള തോട്ട്സ് ഒക്കെ മാറിക്കഴിഞ്ഞാല് ഈ കംപ്ലീറ്റ് എർത്തിൽ തന്നെ ഒരു എർത്ത് പോയിട്ട് ഹെവനോ പാരഡൈസ് പോലെയോ ഈ കളക്റ്റീവ് കോൺഷ്യസ്നെസ്സിൽ ഒരു വ്യത്യാസം വരും. ഇപ്പൊ എല്ലാവരുടെയും കൂടി നെഗറ്റീവ് തോട്ട്സ് കാരണമാണ് ഇപ്പൊ ഒരു വാർ നടക്കുന്നത്, അല്ലെങ്കിൽ സൂക്കേടുകൾ വരുന്നത്, ഹെൽത്ത് മോശമാവുന്നതൊക്കെ. അപ്പൊ ഈ മെഡിറ്റേഷൻ നല്ലോണം ഹെൽപ്പ് ചെയ്യും ഈ തോട്ട്സ് ഒക്കെ മാറ്റാനായിട്ട്, ഒരു പാരഡൈസ് ആക്കാൻ. Yeah, ma'am. So, and one more beauty tip for all the females, right, who wants to look young and beautiful, right, always. One is, when you meditate more, right, you think less, reduce your thoughts. When you think less, you will consume less energy. When you consume less energy, you need to eat less. When you eat less, you need less oxygen to breathe. So you will breathe less. When you breathe less, you will age less. When you age less, you will become younger always. Right? So this is a natural phenomena. Meditate more, think less, eat less, breathe less, age less. Right? And also you will become a green human being, because you eat less, you think less, you breathe less, you emit less carbon dioxide. So you are non-polluting human being and always young and happy. So this is the story of meditation. So, yeah, go ahead. സർ പറയുന്നത് ഒരു ബ്യൂട്ടി ടിപ്പ് ഇപ്പൊ ലേഡീസിന് വേണ്ടിയിട്ട് പറയായിരുന്നു. അതായത് നമ്മൾ ധ്യാനം ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ തോട്ട്സ് കുറയും. നമ്മൾ തോട്ട്സ് കുറയുമ്പോൾ നമ്മൾ ലെസർ എമൗണ്ട് ഓഫ് എനർജിയാണ് യൂസ് ചെയ്യണത്. അപ്പൊ ലെസർ എമൗണ്ട് ഓഫ് എനർജി ബോഡിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് ലെസർ എമൗണ്ട് ഓഫ് ഫുഡ് കഴിക്കാനേ തോന്നുള്ളൂ. കുറച്ച് ഫുഡ് കുറയ്ക്കാൻ തുടങ്ങും. ഫുഡ് കുറയ്ക്കുമ്പോൾ അത് അങ്ങനെ കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഓക്സിജന്റെ റിക്വയർമെന്റ് നമ്മുടെ കുറയും. അപ്പൊ നമ്മുടെ ബ്രീതിങ്ങും മെല്ലെ മെല്ലെ കുറയും. അപ്പൊ ബ്രീതിങ് കുറയുമ്പോൾ നമ്മുടെ ഏജിങ് പ്രോസസ്സ് കുറയാൻ തുടങ്ങും. അപ്പൊ നമുക്ക് ഇങ്ങനെ മെഡിറ്റേഷൻ ത്രൂ സയന്റിഫിക്കലി നോക്കിക്കഴിഞ്ഞാൽ
മെഡിറ്റേഷൻ ചെയ്യുന്ന ആൾക്കാർ യങ്ങർ ആയിട്ടൊരു ലുക്ക് വരും അവർക്ക്. പിന്നെ അവര് നോൺ പൊല്യൂട്ടിങ് ഹ്യൂമൻ ബീങ്സും കൂടിയാണ്. ഓക്കെ സർ. So finally, what we have to understand here is, so every thought will materialize. It means to say whatever we think, so we become. Yad bhavam tad bhavati. That means whatever we think, it will result into a result, right? Whatever we think, it becomes into result. Then awareness of thoughts, speech, and action is the key, and meditation is the way to conscious living. That means, if at all we have to become a conscious or a responsible human, then we have to be conscious about what we are thinking. The moment we become conscious about thoughts, then speech and action will automatically be controlled. That is called Trikarna Shuddhi. Trikarna Shuddhi means Manasa Vacha Karmana. That means Manas Shuddhi, Dhyana will give us Manas Shuddhi. Then automatically when the mind is pure and Shuddhi, then Vak Shuddhi will come. That means purity in speech also will come. And then Karya Shuddhi, that means action also will be pure. So Dhyana will give us all the three Shuddhikarna, right? And meditation and shift in the thought pattern, right? So meditation will change the way we think, change the way we approach, change the way we see our life, right? So this is a final summary for this. Yeah, ma'am. ലാസ്റ്റ് ആയിട്ട് ഇപ്പൊ സാർ പറഞ്ഞത് ഒരു എല്ലാത്തിന്റെ ലാസ്റ്റ് നോട്ടാണ്. ദാറ്റ് നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് ആവും. ആസ് യു തിങ്ക് സോ യു ബിക്കം. അപ്പൊ നമ്മുടെ തോട്ട്സ് ഭയങ്കര കെയർഫുൾ ആയിരിക്കണം. നമ്മുടെ തിങ്കിങ് പാറ്റേൺസിനെ പറ്റി നമ്മൾ കോൺഷ്യസ് ആയിരിക്കണം. ബിക്കോസ് നമ്മുടെ എല്ലാ തോട്ട്സ് മാനിഫെസ്റ്റ് ആവും. പിന്നെ രണ്ടാമത്തത് അവയർനെസ് ഓഫ് തോട്ട്സ്, സ്പീച്ച് ആൻഡ് ആക്ഷൻ. അതായത് നമ്മൾ കുറച്ചും കൂടെ കോൺഷ്യസ് ആവും നമ്മുടെ തോട്ട്സിനെ പറ്റിയിട്ട്. നമ്മൾ തോട്ട്സ്, അതായത് മെഡിറ്റേഷൻ ചെയ്യാൻ തുടങ്ങുമ്പോൾ നമ്മുടെ മനസ്സിന് ശുദ്ധി വരും. മനസ്സിന് ശുദ്ധി വന്നു കഴിഞ്ഞാൽ നമ്മുടെ വാക്കിന് ശുദ്ധി വരും. അതുപോലെ തന്നെ നമ്മുടെ ആക്ഷൻസും നമുക്ക് അറിയാം ഇത് ശരിയാണോ ഇത് തെറ്റാണോ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ നമ്മുടെ ആക്ഷൻസും അതിൽ ശുദ്ധീകരണം വരും. അപ്പോൾ നമ്മുടെ മെഡിറ്റേഷൻ നമ്മളൊരു കോൺഷ്യസ് ലിവിങ്ങിലേക്ക് നമ്മളെ ലീഡ് ചെയ്യും. പിന്നെ ലാസ്റ്റില് മെഡിറ്റേഷൻ ആൻഡ് ഷിഫ്റ്റ് ഇൻ തോട്ട് പാറ്റേൺ. അപ്പൊ നമുക്ക് നമ്മുടെ വേ ഓഫ് ലിവിങ് അതിലൊക്കെ ഒരു വ്യത്യാസം വരും. നമ്മൾ ചിന്തിക്കുന്ന രീതി, പ്രവർത്തിക്കുന്ന രീതി, എങ്ങനെയാ ജീവിക്കേണ്ടത് ഒക്കെ കറക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മൾ ഈ മെഡിറ്റേഷന്റെ ത്രൂ നമുക്ക് നടക്കാൻ പറ്റും. ഓക്കെ സർ. Yeah. So how do we have to live, right? Most important thing is give the best time for your meditation, right? Usually what happens here is, why people don't meditate? Because they always say, but whenever I get time, I will meditate. Okay, so time is not available in the shop. It is not available like 1 kilo, 2 kilo time, right? So everyone has only 24 hours, right? 24 hours is like 24 karat gold and 24 kgs of gold. Every day we get 24 kgs of 24 karat gold, right? So we should spend every second as 1 milligram of gold, every minute as 1 gram of gold, every hour is like 1 kg of gold, right? So we have to make time for ourselves. You will not get it. So we are fooling ourselves to say that whenever I get time, I will meditate. So we will not get time anywhere, right? It is not available in the shop. It is with us always. If I use my time as gold, then you will know how to use every second, every minute, every hour, and then every day, right? So time management, and give time for your meditation every day first. Then you will find you will save a lot of time in other wasteful habits, other wasteful thinking, other wasteful inefficiencies. Yeah. നമ്മുടെ ഇപ്പൊ സർ ചോദിക്കുന്നത്, ഫസ്റ്റ് കുറെ ആൾക്കാർ ഇപ്പോ മെഡിറ്റേഷൻ എന്തുകൊണ്ട് ചെയ്യണില്ല? മെഡിറ്റേഷൻ ചെയ്യാത്ത റീസൺ എല്ലാവരും പറയുന്നത് അവർക്ക് സമയമില്ല, സമയം കിട്ടുമ്പോൾ ചെയ്യാം. പക്ഷെ സർ പറയണ സമയം കിട്ടില്ല, നമ്മൾ ഉണ്ടാക്കുക ചെയ്യാം. മീൻസ്
നമ്മൾ അതിന് വേണ്ടിയിട്ട് സമയം മാറ്റി വെക്കണം മെഡിറ്റേഷന് വേണ്ടിയിട്ട്. മെഡിറ്റേഷൻ ഒരു ഗോൾഡ് പോലെയാണ്. അപ്പൊ നമ്മൾ എത്ര ഇമ്പോർട്ടൻസ് കൊടുക്കണം. അപ്പോൾ നമ്മൾ നമ്മുടെ ഏജ് പ്രകാരം അത്രയും മിനിറ്റ് നമ്മൾ ഡെയിലി ധ്യാനം ചെയ്യണം. അപ്പൊ നമ്മൾ രാവിലെ ദിവസം സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ മെഡിറ്റേഷൻ വെച്ചായിരിക്കണം. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള ടൈം വേസ്റ്റേജ് ഉണ്ടാവില്ല. നമുക്ക് ബിക്കോസ് ഗൈഡൻസ് കിട്ടും. നമ്മൾ കറക്റ്റ് ആയിട്ട് നമ്മുടെ ആ ഒരു ഡേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഓക്കെ സർ. So next is we have to make a mental plan of the key goals of the day. That means what I want to do through the day. Like when you get up from a meditation, 5 minutes or 2 minutes before getting out from the meditation, you can feel what you want to do today. You can create some mental map, mental goals, and then get up from meditation. So what happens is the moment you create, the whole day will become successful for you. And also during the day, timely again and again, you remember and recall your breath so that you don't get carried away with unwanted thoughts. And finally, end the day with 5 minutes reflection on how the day was. When you go to bed, just spend few minutes to close your eyes, recollect what happened, what you can do better for tomorrow. Okay. And of course, before you sleep, on the bed, meditate. And when you feel very sleepy, you just don't open your eyes, you lie down. So start the day with meditation, end the day with meditation. And, that is the way we have to live. So that's all I had. Thank you. ഇപ്പം സാറ് പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാല് കേൾക്കുന്നുണ്ടല്ലേ? കേൾക്കാം. കേൾക്കുന്നുണ്ട്. സാറ് പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം മെഡിറ്റേഷൻ ചെയ്ത് പ്രാക്ടീസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദിവസം രാവിലെ തന്നെ നമ്മൾ മെഡിറ്റേഷൻ തുടങ്ങുക. രാവിലെ പ്രഭാതത്തിൽ എഴുന്നേറ്റ് കഴിഞ്ഞാൽ തന്നെ അല്പസമയം നമ്മൾ മെഡിറ്റേഷനിലേക്ക് പോവുക. അപ്പം നമ്മൾ പറഞ്ഞേക്കുന്നതിൻ്റെ കൂടെ നമ്മുടെ ഏജ് എത്ര ഉണ്ടോ അത്രയും മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. അതിൽ കൂടെ നമുക്ക് ഒരു ദിവസം ആരംഭിക്കാവുന്നതാണ് പറഞ്ഞേക്കുന്നത്. അതുപോലെ അങ്ങനെ വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് രാത്രിയിൽ നമ്മൾ കിടക്കാൻ നേരത്ത് ഒരു 5 മിനിറ്റ് നമ്മൾ മെഡിറ്റേഷൻ ചെയ്യുക. എന്നിട്ട് അന്നത്തെ കാര്യങ്ങൾ നമ്മൾ അന്ന് രാവിലെ മുതൽ അന്ന് വൈകിട്ട് വരെ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു, എന്തെല്ലാം കാര്യങ്ങൾ ഫ്രൂട്ട്ഫുൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിനെ പറ്റി ഒരു വിശകലനം നടത്തുക. അതിനുശേഷം അത് എല്ലാം ഫ്രൂട്ട്ഫുൾ ആണെന്ന് മനസ്സിലാക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും മെഡിറ്റേഷനിലിരിക്കുക. നമുക്ക് നല്ലോണം നമുക്ക് ഉറക്കം വരുന്ന സമയം വരെ, അതായത് നിദ്രാദേവി നമ്മളെ പുൽകുന്ന ആ ഒരു സമയം വരെ ഇരിക്കുക. നമ്മൾ കണ്ണടച്ചുകൊണ്ട് തന്നെ ഉറക്കം വരുമ്പോൾ നമ്മൾ കണ്ണടച്ചുകൊണ്ട് തന്നെ അങ്ങ് ഉറങ്ങുക. ഇതാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. Yeah. So thank you, friends. I hope you don't have any further questions, so we can meet some other day with new topics. അതായത് ഈ വെള്ളത്തിന്റെ സ്ട്രക്ചറിനെ പറ്റി പറഞ്ഞല്ലോ, അത് സോളിഡ് ഫുഡ് എഫക്റ്റ് അല്ല, സോളിഡ് ഫുഡിന് ബാധകമല്ല. സോളിഡ് ഫുഡ് അതായത് നമ്മൾ വെള്ളം ഇതൊക്കെ പറഞ്ഞ ഇതാക്കിയാല് പിന്നെ അവര് ടെക്സ്റ്റ് നോക്കുമ്പോൾ ഓരോ ടെക്സ്റ്റാണ് കണ്ടത് ലിക്വിഡിന്. അതുപോലെ സോളിഡ് ഫുഡിന് അങ്ങനെ ടെക്സ്റ്റ് നമുക്ക് വ്യത്യാസം ഉണ്ടാവും. അതുപോലെ ഫുഡിന്റെ പൊള്ളല്ലേ, ലിക്വിഡ് ഫുഡിലായിരിക്കും നമ്മുടെ ടെസ്റ്റ് നടത്തിയത്. അതേപോലെ നമ്മളിപ്പം കഴിക്കുന്ന ഭക്ഷണം ഖരവസ്തുവാണെങ്കിൽ അതിനോട് ഇതുപോലെ പ്രതികരിച്ച് കഴിഞ്ഞാൽ ഇതേ എഫക്ട് ഖരവസ്തു ഫുഡിന് അങ്ങനെ ഉണ്ടാവുക. സോളിഡ് ഫുഡിന് ഇതേ എഫക്ട് വരുമോ, ടെക്സ്ചറിന് മാറ്റം വരുമോ? Sir, asking this was the experiment was on water. So if you do the same experiment with food, will it have immediate effect? Yeah, of course. When you have food, right, automatically food also will react, right? Everything, like say, if you go and have food in a restaurant, right, and if suppose there's a very agitated male who's cooking, it will immediately have a bad effect on our body. Like if your mother is cooking at home, she is cooking with a love and affection, and the touch and the feel is very good. So automatically you will feel the homely food is so good and it's calming and soothing and tasty.
So whereas when you get it from a restaurant which is very aggressive, very very different mood and mindset, automatically it will impact our body also. Even the food structure changes, food taste changes. Every emotion has impact everywhere. Because that also has liquid content, that also has some particles. അപ്പൊ പറയണത് ഫുഡിനാണെങ്കിലും സെയിം എഫക്റ്റ് ആണ്, അതിലും വെള്ളമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ഇമോഷൻസ്, ഇപ്പൊ ചില സ്ഥലത്ത് ഹോട്ടലിലൊക്കെ കുറെ ഫുഡൊക്കെ ഉണ്ടാക്കണ സ്പീഡിൽ ഉണ്ടാക്കി തരുമ്പോ അവരുടെ എജിറ്റേഷൻ ഒക്കെ ഉണ്ട് മനസ്സിൽ, ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ആ ഫുഡിലേക്ക് അത് വരും, അത് നമുക്കും നമ്മളെയും ബാധിക്കും. അപ്പൊ അവരുടെ എല്ലാവരുടെ ഇമോഷൻസ് ഡെഫിനറ്റ്ലി ഫുഡിലും ഈക്വൽ ആയിട്ട് എഫക്ട് ചെയ്യുന്ന പറയുന്നത്. അതുകൊണ്ടാണെന്ന് തോന്നുന്നില്ലേ ഈ ദേഷ്യം ഭക്ഷണം കഴിക്കുമ്പോൾ അനാവശ്യ സംസാരം ഒഴിവാക്കുക, അതുപോലെ അല്ലേ ദേഷ്യം പിടിച്ച് ഭക്ഷണം കഴിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പഴമക്കാർ പറയുന്ന കേൾക്കാം. അനാവശ്യം സംസാരിച്ചുകൊണ്ട് ഭക്ഷണം കഴിക്കരുത്, ദേഷ്യം പിടിച്ച് ഭക്ഷണം കഴിക്കരുത് ഒക്കെ പറയുന്ന കേൾക്കാം. അതുകൊണ്ടായിരിക്കും അല്ലേ? അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു. So, sir, he's asking like, as our older generation used to say that when you're eating food, you should not talk too much and eat food, or you should not get angry and eat food. So that's the reason, right? He's asking the same. Absolutely, there is a lot of science behind the older generation, that the mythological behavior of India as a culture, right? So you always pray, right? You say, Loka samasta sukhino bhavanta. You have a gratitude to the farmer. You have gratitude to the mother who is cooking the food, the Annapurneshwari. Then you have gratitude for all the living beings. So you give some food to other beings always, like you may put some food for ants or a cow or animal. So definitely there's a gratitude everywhere. There is a respect, there is a gratitude, right? So be grateful for everything that the nature is giving. So automatically that love and gratitude and empathy will carry forward, and the food will become more enriching and healthy for us. സാറ് പറയണത് ശരിയാണ്. നമ്മുടെ ഓൾഡർ ജനറേഷൻസ് പറഞ്ഞ പോലെ തന്നെ നമ്മൾ ശ്രദ്ധിച്ചു കഴിക്കണം. ബിക്കോസ് അത് നമ്മുടെ ഡെഫിനറ്റ്ലി നമ്മളെ എഫക്ട് ചെയ്യും, നമ്മുടെ തോട്ട്സ് ഒക്കെ. അപ്പോ ഇത് കോൺഷ്യസ് ആയിട്ട് തന്നെ കഴിക്കണം, ഹെൽപ്ഫുൾ ആയിരിക്കും. ഞാനൊരു ഗ്രാറ്റിറ്റ്യൂഡ് ചെയ്തോട്ടെ മാം സാറിന്? സുരേഷ് ജി നമസ്തേ. I am very much grateful because we had no doubts. The way you gave us examples and the way you explained everything, there was no doubts to us. And it was really enlightening to have this session of yours, and we would look forward to having more sessions with you. Thank you so much. Definitely, ma'am. Thank you for the encouraging words and also your participation. And I'll be very happy if you want to teach. I can share this presentation to you. You can teach wherever you want in your own language, so that giving some few words and few images and examples will make a lot of difference and motivate people to meditate more. See, teaching meditation is just 10-20 seconds. Cross your fingers, close your eyes and observe the breath. But why people don't meditate? Because they need a left brain. The logical brain needs reason. Why it is so important, why it is so good, why it is so powerful, why it is so, effortless, right? So they need a lot of examples, more stories. So if you want to teach, please teach, get started. I can share this to Malini ma'am. She will share this presentation to all of you. So use it, please teach. Yeah, thank you so much. It was really, really very nice. And it is, you could relate to the examples that you were giving. Yes, ma'am. So, because I am engineer by nature, so I am salesman by nature. So I want to sell meditation. Okay. Thank you so much. I'm also a businessman, right? So that's how it is. Thank you, ma'am. Thank you so much, sir. Thank you for your time. All of you are from where? Kerala or? Thank you, sir. Pardon? ഒരു കാര്യം കൂടി ചോദിച്ചോട്ടാ. ചോദിച്ചോ. അതായത് ഈ ഭോജന മന്ത്രം ബ്രഹ്മാർപ്പണം, ബ്രഹ്മാവ്, അത് ഈ പറഞ്ഞ പോലെ പോസിറ്റീവ് എനർജി ഉണ്ടാവില്ല. ഫുഡിനോട് കഴിക്കുന്നതിന് മുമ്പ് ഈ പ്രാർത്ഥിച്ചിട്ട് ഫുഡ് കഴിക്കുന്നത് ഒരു നല്ല പ്രവണതയാണ്. അതുപോലെ തന്നെ ഈ ഭോജന മന്ത്രം ഉണ്ടാവും, ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവര്,
അത് ആ ഇതുപോലെ എഫക്റ്റ് ജപിച്ചിട്ട് ഭക്ഷണം കഴിക്കുന്ന എഫക്റ്റ് നല്ല എഫക്റ്റ് വരൂല. ഞാൻ ചോദിക്കാം. അത് നമ്മള് കഴിക്കുന്ന മുമ്പ് ജപിക്കുന്ന ഒരു മന്ത്രം തന്നെയാ. സർ ഹീസ് ആസ്കിങ് അബൌട്ട് മന്ത്ര ബ്രഹ്മാർപ്പണം ബ്രഹ്മഹവി ബ്രഹ്മാഗ്ന ബ്രഹ്മണാഹുതം ബ്രഹ്മൈവത്തേന ഗന്ധവ്യം ബ്രഹ്മകർമ്മ സമാധിന which we say before having food. So he's asking these mantras also have effect on food immediately, right? Basically, just by feeling thankful, right? Everything is good enough. I mean, of course, every mantra, every tantra has its own impact, but we go beyond this. Okay, just going, it's a universal love, and the gratitude is universal. It is everything. If you feel it, then there is no need to speak. Like speaking has limitations, speaking or expression has limitations to words and mantras. But when you are there, when you are having feeling is beyond words. Okay, so it is a choice. Everyone can follow their own choice. But I feel if you feel happy, if you feel so grateful for everything and the whole universe, whole nature, then that is universal. That's it. Feeling is experiencing, right? The expression of words can have limitations, but feeling is universal. It is beyond language. ഇപ്പൊ സാറ് പറയണത് ഫീലിംഗ് യൂണിവേഴ്സൽ ആണ്, നമ്മുടെ വേർഡ്സിന്റെ മുകളിലാണ്. അപ്പൊ നമ്മള് വേർഡ്സിന് ലിമിറ്റേഷൻസ് ഉണ്ടാവും, പക്ഷെ നമ്മുടെ ഉള്ളിൽ ആ ഫീലിംഗ് വന്നു കഴിഞ്ഞാൽ തന്നെ അത് മോർ ദൻ എനഫ് ആണ്. ലൈക്ക് ആ ഗ്രാറ്റിറ്റ്യൂഡ് ഉണ്ടായാൽ മതി മനസ്സിൽ, അത് ആ ഇഫക്റ്റ് ഇമ്മീഡിയറ്റ്ലി ഫുഡിലൊക്കെ വരും. അപ്പൊ ഗ്രേറ്റ്ഫുൾ ആയിട്ടിരിക്കുക, താങ്ക്ഫുൾ ആയിട്ടിരിക്കുക, അത് ധാരാളം മതി എന്ന് പറയുന്നത്. Yeah, it is irrespective of language, right? Which language you speak, it doesn't matter. Here we know mantra, but how about America? How about Europe? They don't know mantras. But if you feel good, feel happy, feel gratitude, it is beyond words, beyond languages, basically. We all speak a common language, the language of soul, the language of happiness, the language of gratitude. Right? With animals, like with your dog, you can't speak, they can't speak to you, but you communicate, right? They love you, they talk to you. So that is the language of soul, that is the language of heart. അപ്പൊ ലാംഗ്വേജ് അത്യാവശ്യമല്ല, ഫീലിംഗ് മതി. ബിക്കോസ് നമുക്ക് ഇപ്പൊ ആനിമൽസിനോടാണെങ്കിൽ നമുക്ക് ലാംഗ്വേജോടല്ല, പക്ഷെ അവർക്ക് മനസ്സിലാവും നമ്മുടെ ഇമോഷൻസ്, നമ്മുടെ ഫീലിങ്സ്. അപ്പൊ അമേരിക്കയിലൊന്നും മന്ത്രം അവര് ജപിക്കണില്ല, അപ്പൊ അവര് ഈ ലവ് ആൻഡ് ഗ്രാറ്റിറ്റ്യൂഡ് ആ ഫീലിംഗ് ആണ്, അല്ലെങ്കിൽ അങ്ങനെ പറയാണ്. സോ അത് ധാരാളം മതി എന്നാണ് സർ പറയുന്നത്. Yes, ma'am. Thank you. Thank you, Wonderful with all of you. Yes, ma'am. 1 minute, just one doubt, sir. During the benefits of meditation, by intuition and self-knowledge, enlightenment, in that matter you said intuitions will be there. Actually, that intuition, inner guidance from other plane, actually that guidance is it our feeling or some instructions from outside, or is it some feeling? Just what is that? Intuition means what? Yes. That is what I thought. So intuitions means, like, say you want to gain, do something, right? You don't know what is the right path. Then it is called, like, you just put some questions or you radiate your requirement or intention, and the universe will respond in some way or other, through a person, through an opportunity, or your inner guidance, inner talk. It will come. Like if you go to Google, if you put one question, you will get thousands and thousands of answers, and you will pick one answer and read it. Same way, when you get intuition, no, so you will get, maybe this path is right, maybe that person is okay. So you will get a hunch, right? It can be through any means, and you have to experiment. You have to work on some, like, so suddenly the moment you think something, okay, anything that spontaneously comes without thinking, that is right. That is called intuition. If you think, it may be right, it may be wrong. It is using a mind, but intuition is not using mind. It is a instant, spontaneous.
And if you want to experiment, you follow whatever you get the first intuition, first feeling, that is, let me try this. Then you will know, yes, or you followed the hunch, then it worked for you. Then maybe next time you will become more stronger intuition, more better in intuition. That's how it is. Right? So there is no specific definition, but it is through experiential knowledge and experimenting. Yeah. Thank you, sir. It's a very interesting topic, but it's a deeper thing actually. Yes, sir. Okay, so thank you. I think there's a lot of good to see a lot of people are coming up with some questions, some interaction. So it'll always be better clarification, and interaction gives a lot of knowledge, and sharing will help both of us. Like I will also learn a bit more, you will also learn a bit more. Thank you so much, sir. sir. Thank you very much. Your class is very excellent, sir. Why? Because even the theories are there, we came to know, we came to understand each and everything and nicely with your good examples. That is filling up the tank with water. That cosmic energy is coming from this Randhra, and it is first it will be activating this Mooladhara chakra, etc. So that type of examples. With that examples, we came to know actual thing. So it is very nice. So that Kundalini you are is just like putting water in your tank. That's all. It's simple. Oh, yes, sir. Yes, sir. Yeah. I told you, I'm a good salesman in meditation, so I'll make everyone meditate. That's my intention. So thank you, sir. Thank you very much. So we'll meet again with some other topic, more interesting topic. Thank you for giving the opportunity, Malin. Thank Thank you very much. Thank Thank you. sir. Thank you, sir. Thank you. Thank you. Okay.